തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനം ഏറ്റുപിടിച്ച് സിപിഎമ്മും മന്ത്രിമാരും. ഇന്ന് സിപിഎം മുഖപത്രം ദേശാഭിമാനിയും മന്ത്രിമാരും ഡോക്ടർ ഹാരിസിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ പിന്തുണച്ച് രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടേത് ശരിയായ വിമർശനമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ആ വാക്കുകൾ കേൾക്കാം. ലോകം തന്നെ പ്രശംസിച്ച കേരളത്തിലെ ജനകീയാരോഗ്യ പ്രസ്ഥാനം, ആ ജനകീയാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക? എന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് സമരം നടത്തുക. പ്രതിപക്ഷത്തിന് ഒരു ആയുധം നൽകുന്ന രീതിയിലുള്ള പരാമർശം വന്നാൽ സ്വാഭാവികമായിട്ടും അതിനെ അവരുടേതായ പ്രതികരണം വരികയും ചെയ്തു. ഇനിയിപ്പം ഡോക്ടർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അത് നടന്നല്ലോ. അതായത് ലോകോത്തരമായ രീതിയിലുള്ള കേരളത്തിലെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയെ വല്ലാതെ രീതിയിൽ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അത് ഉപയോഗിച്ചത്. അതാ കാര്യം. മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമ പ്രശ്നത്തിന് ഡോക്ടർ ഹാരിസ് ഉയർത്തിയ പ്രശ്നം ഒരു ആശുപത്രിയിലേത് മാത്രമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഉപകരണക്ഷാമം എന്നത് പ്രചരിപ്പിക്കുന്നുവെന്നും മന്ത്രി ന്യൂസ് മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പ്രതികരിച്ചു. ആ പ്രതികരണം കൂടി കേട്ടുവരാം. ഒരു എക്യുപ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന പ്രോബിന് കേടുപാട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അത് ഈ വിഷയം പറഞ്ഞപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ സർക്കാർ ആശുപത്രികൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന്, സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. വളരെ നിർഭാഗ്യകരമാണ് അത്. പേഷ്യൻസിൻ്റെ ഒരു വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ചില ഡോക്ടേഴ്സെങ്കിലും ഇപ്പോൾ സർജറിയൊക്കെ ആണെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുന്നതായിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സിനുള്ള നടപടി എടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ അങ്ങനെയുള്ള ഒരു ആക്ഷേപമില്ല. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ അന്വേഷണ സമിതി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ അന്വേഷണ സമിതി ഇതിൻ്റെ ഉള്ളടക്കം മുഴുവൻ പരിശോധിക്കും. എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കും. ഹാരിസിന്റെ പ്രതികരണം പദവിക്ക് യോജിച്ചതല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ കുറ്റപ്പെടുത്തി. അതേസമയം CPM-ന്റെ നിലപാടിനെ തള്ളി CPI രംഗത്തെത്തി. പ്രതികരണം സദുദ്ദേശപരമെന്ന് ബിനോയ് വിശ്വം ഇന്ന് പ്രതികരിച്ചു. അതോടൊപ്പം പ്രൊഫഷണൽ ആത്മഹത്യയ്ക്ക് സമാനമായ നിലപാടാണ് താൻ എടുത്തതെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് പറയുകയും ചെയ്തു. തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് ചേരുന്നത്. ബിനില്, ഇന്ന് ഈ വിഷയത്തിലുണ്ടായ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. അതിൽ പ്രസക്തമായി തന്നെ പറയേണ്ടത് CPM-ഉം പാർട്ടിയും അതുപോലെ തന്നെ മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ വലിയ പിന്തുണയോടുകൂടി തന്നെ ഏറ്റുപിടിക്കുന്ന സാഹചര്യമാണ് നമ്മൾ ഓരോ മന്ത്രിമാരുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയത്. പക്ഷേ CPI എന്നാലും അക്കാര്യത്തിൽ ഒരു നിലപാട് വ്യത്യാസം എടുത്തിരിക്കുകയാണ്. CPI എന്താണെങ്കിലും ആ നിലപാടിനെ അങ്ങ് തള്ളുകയും പ്രതികരണം സദുദ്ദേശപരമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുകയും ചെയ്തു. എന്താണെങ്കിലും കാര്യങ്ങൾ ഈ ഘട്ടത്തിലെത്തി നിൽക്കുന്നതിനെ എങ്ങനെ നോക്കിക്കാണാം? പ്രശ്നപരിഹാരം ഉണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് ഡോക്ടർ ഹാരിസും പറഞ്ഞു വെക്കുന്നുണ്ട്. സംഗീത അതുതന്നെയാണ്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണ്. മുഖ്യമന്ത്രിക്ക് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ കുറിച്ച് എതിരഭിപ്രായം ഒന്നുമില്ല. അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ അത് പ്രതിപക്ഷം സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഒന്നാകെ പ്രശ്നമാണെന്ന് ഉയർത്തിക്കാട്ടാൻ വേണ്ടി ആ പ്രതികരണത്തെ ഉപയോഗിച്ചു. അല്ലെങ്കിൽ ആ പ്രതികരണം വന്നത് അത്തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം മുഴുവൻ പ്രശ്നമാണെന്ന തരത്തിലാണ് വന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. അതിനെയാണ് ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി സജി ചെറിയാനും ഒക്കെ പിന്തുണച്ച് രംഗത്ത് വന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കേരളം പ്രത്യേകിച്ച് കോവിഡ് കാലത്തൊക്കെ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ്, ലോകത്തിന് തന്നെ മാതൃകയായ ഒന്നാണെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതിനെ ഇകഴ്ത്തിക്കാട്ടാൻ ഈ വാക്കുകൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അതിന് കാരണമായ അദ്ദേഹത്തിന്റെ വാക്കുകൾ, പ്രതികരണം എന്നാണ് MV ഗോവിന്ദന്റെ വിമർശനമുള്ളത്. മുഖ്യമന്ത്രി വിമർശനം പൂർണ്ണമായും ശരിയാണെന്നും അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ആ ഡോക്ടർ ചെയ്തത് എന്നാണ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ചില ആശുപത്രികളിൽ ചില സൗകര്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ കുറവ് വന്നേക്കാം. പക്ഷേ എന്നാൽ ആകെ മൊത്തത്തിൽ പ്രശ്നമാണെന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. അത് ശരിയല്ല എന്നാണ് സജി ചെറിയാനും പറയുന്നത്. മന്ത്രി വീണ ജോർജ് ഇന്ന് ന്യൂസ് മലയാളത്തിൽ തന്നെ രാവിലെ അതിഥിയായി എത്തിയിരുന്നു. അതിൽ കൃത്യമായി തന്നെ മന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. ഇത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ മാത്രമുണ്ടായ ഒരു പ്രശ്നമാണ്. അതിനെ സംസ്ഥാനത്തൊട്ടാകെയുള്ള മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലുമൊക്കെ സമാന സ്ഥിതിയാണ് എന്ന്
വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടാകുന്നുവെന്നാണ് വീണ ജോർജ് പറയുന്നത്. അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. ചില മാധ്യമങ്ങളൊക്കെ അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്യുന്നു. അത് എന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. മാത്രമല്ല, വലിയ നേട്ടം സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ കൈവരിച്ചതാണ്. അതിനെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമത്തെ ചെറുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ സംഗീത പറയുന്നത് പോലെ CPI ആണ് അതിൽ പറഞ്ഞത്. അതിൽ ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇതിൽ ഡോക്ടറുടെ ഭാഗത്ത് ഒരു കുനിഷ്ടുണ്ടെന്ന് കരുതാൻ കഴിയില്ല. ജനുവിനെ അദ്ദേഹം സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. എന്തായാലും ഇക്കാര്യത്തിൽ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം രാവിലെ വന്നിരുന്നു. അദ്ദേഹം വലിയ സന്തോഷത്തിലാണ്. കാരണം ഇവിടെ അദ്ദേഹം ഉന്നയിച്ച യൂറോളജി വിഭാഗത്തിലെ തീർച്ചയായും. എന്നാണെങ്കിലും ബിനിൽ ഇന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ പലതാണ്. അതിൽ എന്താണെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം CPM-ഉം അതുപോലെ തന്നെ മന്ത്രിമാരും ഏറ്റുപിടിച്ചതിൽ ഏറ്റവും വലിയ പിന്തുണ പറയുന്നതാണ് നമ്മൾ ആദ്യ വാക്കുകളിലൊക്കെ കേട്ടത്. എന്താണെങ്കിലും കാര്യങ്ങളിൽ പരിഹാരമുണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് ഡോക്ടർ ഹാരിസും പറഞ്ഞു വെക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ബിനിൽ ലീല സാബുവാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.